ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ക്യാബേജ് കൊണ്ടൊരു കറിയാണ്. അതിനായിട്ട് ഞാനിപ്പോൾ പകുതി ക്യാബേജാണ് എടുത്തിട്ടുള്ളത്. ഇവയെല്ലാം ഒന്ന് കൊത്തിയരിഞ്ഞ് എടുക്കണം. അരിഞ്ഞ ക്യാബേജിൽ ഞാനിപ്പോൾ 1/4 കപ്പ് മൈദയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു 2 സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കേണ്ട 1 സ്പൂൺ കോൺഫ്ലവർ ആണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തതാണിത്, അത് 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ്. ഇനി ഇവയെല്ലാം കുറച്ച് ഉപ്പിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾ പക്കോട ചെയ്യാൻ എങ്ങനെ കുഴയ്ക്കുന്നോ അതുപോലെ ആണ് കുഴച്ചെടുക്കേണ്ടത്. ചെറിയ ഉരുളകളാക്കി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് വറുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഒന്നൊന്നായിട്ട് ഇട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചുമിട്ട് എല്ലാ ക്യാബേജും നമുക്ക് വറുത്തെടുക്കാം. നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു വലിയ സവാളയും വലിയ തക്കാളിയുമാണ് ഞാനിപ്പോൾ അരിഞ്ഞെടുത്തിട്ടുള്ളത്. 2 ചെറിയ വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. എല്ലാം മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് 1 സ്പൂൺ വീതം ജീരകവും പെരുംജീരകവും ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമുക്ക് എത്ര വെള്ളം ആവശ്യമുണ്ടോ അതനുസരിച്ച് അരപ്പ് വെള്ളവും കൂടെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1-1.5 സ്പൂൺ മല്ലിപ്പൊടിയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു ചെറിയ സ്പൂൺ പഞ്ചസാരയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി അധികമായതിനാൽ നമുക്ക് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഞാനിപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്ന അതേ സ്പൂൺ അളവിൽ തന്നെ കുറച്ച് സോയാ സോസാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. നല്ല ചൂടോടുകൂടി വേണം നമുക്ക് ഈ കറി ഉപയോഗിക്കാൻ. തണുത്താൽ അത്ര നല്ലതല്ല. നമുക്ക് കറിയെല്ലാം നല്ല തിളയ്ക്കാൻ വെക്കണം. കറിയെല്ലാം നല്ല തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ക്യാബേജ് ഇട്ട് കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന ക്യാബേജ് ചേർത്ത ശേഷം പിന്നെ നമുക്ക് 1-2 മിനിറ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. അധികം ചൂടാക്കേണ്ട ആവശ്യമില്ല. സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ഉലുവ പൊടിച്ചത് ഒരു നുള്ള് കണക്കാക്കി ചേർത്ത് കൊടുക്കണം. പിന്നെ അരിഞ്ഞ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്ക് ചപ്പാത്തിയോടൊപ്പം കഴിക്കാനാണ് ബെസ്റ്റ് കോമ്പിനേഷൻ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സും എന്നെ അറിയിക്കുക.